ഗുഡ് ഈവനിങ്. ഞാൻ ഭാവന. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത്ര സെക്കൻഡ് ബാച്ചിൻ്റെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനാണെങ്കിൽ പോലും നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അഗ്രികൾച്ചർ എക്സ്റ്റൻഷനിൽ നിന്ന്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, എക്സ്റ്റൻഷനിൽ നിന്ന് കൂടുതലും പ്രോസസ്സുകളുടെ സ്റ്റെപ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക, അതുപോലെ ഓർഗനൈസേഷൻസിനെ കുറിച്ച് ചോദിക്കുക, സ്കീംസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. സോ ഇതൊരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലും നമുക്ക് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ അഗ്രികൾച്ചർ എക്സ്റ്റൻഷന്റെ നോക്കുന്ന ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എഡ്യൂക്കേഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, അതുപോലെ എക്സ്റ്റൻഷന്റെ എന്താണ് ഒറിജിൻ, ഹിസ്റ്ററി, എക്സ്റ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, അങ്ങനെയുള്ള കുറച്ച് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റൻഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പ്രോസസ്സുകളുണ്ട്. എക്സ്റ്റൻഷൻ ടീച്ചിങ് പ്രോസസ്സുകളുണ്ട്, അതുപോലെ പ്രോഗ്രാം പ്ലാനിങ്, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ പ്രോസസ്സ്, അങ്ങനെ കുറെ പ്രോസസ്സുകളുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ സംടൈംസ് അതൊരു സ്റ്റെപ്സ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇനിയിപ്പോൾ ടൈം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണ് എന്നാണ്. സോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 വേർഡ്സ്, എക്സ്റ്റൻഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, 2 വേർഡ്സ് ചേർന്നുള്ള ഒരു സംഭവം തന്നെയാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള എഡ്യൂകെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ് വരുന്നത്. സോ ദ റൂട്ട് വേർഡ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, എഡ്യൂകെയർ എന്നാണ്. സോ എഡ്യൂകെയറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു റിയർ ഓർ ടു ബ്രിങ് അപ്പ് എന്നതാണ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട്. ഒരു ലിറ്ററൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു റിയർ ഓർ ടു ബ്രിങ് അപ്പ് എന്നാണ്. സോ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ഡെഫിനിഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബിഹേവിയറിൽ നോളജിലും ആറ്റിറ്റ്യൂഡിലും അതുപോലെ തന്നെ സ്കില്ലിലും ഒരു ഡിസൈറബിൾ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ചേഞ്ച് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ ചേഞ്ച് വരുന്നത് ചേഞ്ച് ഇൻ നോളജ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വാട്ട് ഈസ് നോൺ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ആണെന്ന് പറയാം. സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫാർമർ ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസസ് ഓൾറെഡി റൈസിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡ് വരുന്നു. സോ അത് എക്സ്റ്റൻഷൻ വർക്കർ അതെന്താണ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് ഫാമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സോ അവിടെ എന്താണ് അപ്പോൾ നടക്കുന്നത്? ചേഞ്ചസ് ഇൻ വാട്ട് ഈസ് ഓൾറെഡി നോൺ. അതായത് ഫാർമറിന് ഓൾറെഡി ഒരു കുറച്ച് കൾട്ടിവേഷൻ പ്രാക്ടീസസ് അറിയാമായിരുന്നു റൈസിനെ കുറിച്ച്. ബട്ട് ഒരു പുതിയ ടെക്നോളജി വന്നപ്പോൾ ആ ഓൾറെഡി അറിയാവുന്ന കാര്യത്തിൽ ഒരു ചേഞ്ച് വരികയാണ്. സോ അതൊരു എഡ്യൂക്കേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം വാട്ട് ഈസ് ഫെൽറ്റ് എന്ന് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ഫേവറബിൾ അല്ലെങ്കിൽ ഇൻഫേവറബിൾ മീൻസ് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, ഒരു തിങ്ങിലേക്കുള്ള ഫേവറബിൾ അല്ലെങ്കിൽ അൺഫേവറബിൾ റിയാക്ഷനും നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തിനോടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം. സോ തിങ്സ് ഫെൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അതിനൊരു എക്സാമ്പിൾ ആണ് ഓൾറെഡി വിമൻ ഫാമേഴ്സിന് മഷ്റൂം കൾട്ടിവേഷനിലേക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവുമ്പോൾ എന്താണ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരികയാണ്. സോ അതനുസരിച്ച് അവരുടെ ലൈഫിലും മാറ്റങ്ങൾ വരികയാണ്. അതിനും നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് സ്കിൽ എന്ന് പറയുന്നത്. സോ സ്കിൽ എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ ഡൂയിങ്, വാട്ട് വി ആർ ആക്ച്വലി പെർഫോമിങ് ഓർ തിങ്സ് ഡൺ, അതിനാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. സോ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് റൈസിൽ ഒരു സ്പ്രേയിങ് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, ഒരു അഡ്വാൻസ്ഡ് മെത്തേഡ് അല്ലെങ്കിൽ റൈസിന് സ്പ്രേയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് ടൂൾ വരുന്നു. സോ അത് യൂസ് ചെയ്യാനായിട്ട് ഫാർമറിന് ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. സോ അവിടെ ഒരു സ്കില്ലിന് ചേഞ്ച് വരികയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഫാർമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിക്ക് ഒരു ചേഞ്ച് വരികയാണ്. സോ അതാണ് ചേഞ്ച് ഇൻ സ്കിൽ എന്ന് പറയുന്നത്. അതും ഒരു എഡ്യൂക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ 3 കമ്പോണൻസ് ആണ് അവിടെ ഉള്ളത്, നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ആണ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ആണ് എന്ന് പറയാൻ പറ്റും. സോ എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്നും പറയാം. അതായത് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതും എഡ്യൂക്കേഷൻ ആണ് എന്ന് നമുക്ക് പറയാം.
സോ ഇതാണ് ബേസിക് ആയിട്ട് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് എഡ്യൂക്കേഷനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ അതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു KG ക്ലാസ് തൊട്ട് ഒരു 12th അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിരിക്കുന്ന ആ ഒരു ഹൈലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹൈലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിരിക്കും അത്. അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള റെഗുലർ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഫുൾ ടൈം ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് ക്രോണോളജിക്കലി ഗ്രേഡഡ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കിൻഡർ ഗാർഡൻ തൊട്ട് നമ്മൾ ഡിഗ്രീസിലൊക്കെ വരെ പഠിച്ചു പോകുന്ന ആ ഒരു വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ക്രോണോളജിക്കലി ഗ്രേഡഡ് ആയിട്ട് ഹയറാർക്കിയലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫോർമൽ എഡ്യൂക്കേഷൻ വിൽ ലീഡ്സ് ടു ഡിഗ്രീസ് ഓർ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡിപ്ലോമാസ് എന്നൊക്കെ പറയാം. സോ ഹിയർ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷനിലെ ടീച്ചിങ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. അതായത് ഒരു ടീച്ചറിൽ നിന്നും സ്റ്റുഡൻസിലേക്ക് ഡയറക്ട്ലി ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ പോകുന്നു. സോ ടീച്ചിങ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്, അല്ലെങ്കിൽ 2 ലെവലിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഇൻഫോർമേഷൻ ഫ്ലോ നടക്കുന്നു, അല്ലെങ്കിൽ സബ്ജക്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഫ്ലോ നടക്കുന്നു. സോ ടീച്ചിങ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. സോ അതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അതിനാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും കണ്ടു പഠിക്കുന്നു. ഇതൊന്നും തന്നെ നമുക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. സോ അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നൊക്കെ ആയിരിക്കും പഠിച്ചെടുക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ തന്നെ നമുക്ക് അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്നും പറയാം. സോ നോൺ ഫോർമൽ എഡ്യൂക്കേഷനും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി തന്നെയാണ്. ബട്ട് ഔട്ട്സൈഡ് ദ സ്കൂൾ സിസ്റ്റം അല്ലെങ്കിൽ ഫോർമൽ സ്കൂൾ സിസ്റ്റത്തിൽ നിന്നും ഔട്ട്സൈഡിലായിട്ട് നടക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് ഫാമേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ കുറച്ച് വിമൻ ആൾക്കാരുടെ ഇടയിലോ, അല്ലെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലോ ഒക്കെ നടക്കുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ലിറ്ററൽ മീനിങ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഔട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയാം. അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല, ഔട്ട് ഓഫ് സ്കൂൾ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം സെന്റേർഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനും നോൺ ഫോർമൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, നോൺ ഫോർമൽ എഡ്യൂക്കേഷനിലെ ടീച്ചിങ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമൽ എഡ്യൂക്കേഷനിൽ ടീച്ചിങ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണെന്ന് പറഞ്ഞു. ഒരു ഡിഫറെന്റ് ലെവലിലായിരിക്കും ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നോൺ ഫോർമൽ എഡ്യൂക്കേഷനിലെ ടീച്ചിങ് വിൽ ബി ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ സെയിം ലെവൽ ഓഫ് ആൾക്കാർ തമ്മിലുള്ള, അതാണ് ഫോർമൽ എഡ്യൂക്കേഷനും നോൺ ഫോർമൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു വലിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ടീച്ചിങ് വിൽ ബി വെർട്ടിക്കൽ in formal education and it will be horizontal in non-formal education. So ഇതാണ് different types of education എന്ന് പറയുന്നത്. ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. സോ ഇതാണ് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷൻ വന്നിട്ടുള്ള റൂട്ട് വേർഡ് എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. സോ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് നോക്കുമ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റിൻ വേർഡ് ആയിട്ടുള്ള എക്സ് ആൻഡ് ടെൻഷ്യോ, 2 വേർഡ്സ് ചേർന്ന് ഉണ്ടായ ഒരു വേർഡാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറയുമ്പോൾ ഔട്ട് എന്നും ടെൻഷ്യോ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് എന്നുമാണ്. സോ സ്ട്രെച്ചിങ് ഔട്ട് എന്നാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. സോ എക്സ്റ്റൻഷൻ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ തന്നെ ഒരു മാൻഡേറ്റിൽ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു
അപ്ലയൻസസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അപ്ലയൻസസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാനായിട്ട് ഒരു പ്ലഗ് ഇല്ലാത്ത സമയത്ത് പലപ്പോഴും നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? കുറച്ചുകൂടെ അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറിലും റൂറൽ ഡെവലപ്മെന്റിലും ഒക്കെ എക്സ്റ്റൻഷന്റെ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റിസർച്ചിനെ ഒരു അൾട്ടിമേറ്റ് യൂസേഴ്സിലേക്ക്, അതായത് അൾട്ടിമേറ്റ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിൽ എന്ന് പറയുന്നത് ഫാമേഴ്സ് ആയിരിക്കും, ഒരു റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലായിരിക്കും, അവിടെ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും. സോ ആ ഒരു റിസർച്ച് നടക്കുന്നതിനെ ഫാമേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഫാമേഴ്സിലേക്ക് സ്ട്രെച്ച് ചെയ്ത് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് നമുക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയാം. സോ അതിന്റെ ബേസിക് അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ഔട്ട് ആണ്. സോ ഫാമേഴ്സും റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് എക്സ്റ്റൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് എക്സ്റ്റൻഷന്റെ ഒരു ലിറ്ററൽ മീനിങ്, സ്ട്രെച്ചിങ് ഔട്ട് എന്നാണ്. എക്സ്റ്റൻഷന്റെ റൂട്ട് വേർഡ് എക്സും ടെൻഷ്യവുമാണ്, അത് ലാറ്റിൻ വേർഡ്സ് ആണ് എന്നും ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഡിഫറെന്റ് ലാംഗ്വേജസിൽ എക്സ്റ്റൻഷന്റെ അതേ മീനിങ് വരുന്ന ഡിഫറെന്റ് ടേംസ് ഉണ്ട്. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള വൾഗറൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള വൾഗറൈസേഷൻ വിച്ച് ഈസ് ഇക്വലന്റ് ടു ദ വേർഡ് എക്സ്റ്റൻഷൻ ആണ്. സ്ട്രെച്ചിങ് ഔട്ട് അല്ലെങ്കിൽ എന്താണ് കണക്റ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറയുന്ന അതേ ഒരു മീനിങ് തന്നെയാണ് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള വൾഗറൈസേഷൻ ഉള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഡച്ച് വേർഡ് ആയിട്ടുള്ള വൂർലിച്ചിങ് എന്ന് പറയുന്നത്. സോ ഡച്ച് വേർഡ് ആയിട്ടുള്ള വൂർലിച്ചിങ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ദ പാത്ത് ആണെന്നാണ്. സോ ലൈറ്റിംഗ് ദ പാത്ത് എന്ന് പറയുമ്പോൾ ഓക്കെ അതാണ്. അപ്പം ഡച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ വൂർലിച്ചിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് ദ പാത്ത് എന്നാണ്. അതും എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടേമിന് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. നെക്സ്റ്റ് വേർഡാണ് അറേബിക് ടേം ആയിട്ടുള്ള അൽ ഇർഷാദ്. അത് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആണ്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫാമേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫാമേഴ്സിന് ഗൈഡൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ റൂറൽ വിമണിന് ഗൈഡൻസ് കൊടുക്കുന്നു. അങ്ങനെ എക്സ്റ്റൻഷനുമായിട്ട് വളരെയധികം ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അറേബിക് വേർഡാണ് അൽ ഇർഷാദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ജർമ്മൻ വേർഡ് ബെറാടെക്. അത് അഡ്വൈസറി വർക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്പാനിഷ് വേർഡ് ആയ കപ്പാസിറ്റേഷൻ. കപ്പാസിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഒരു തായ്ലയോ വേർഡായ സോങ് സ്വാം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് എന്നാണ്. അതുപോലെ പേർഷ്യൻ വേർഡ് ആയിട്ടുള്ള തെർവിച്ച് ആൻഡ് ഗോസ്റ്ററേഷ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ആൻഡ് ടു എക്സ്റ്റെൻഡ് എന്നാണ്. നെക്സ്റ്റ് വൺ ആണ് ഇന്തോനേഷ്യൻ വേർഡ് ആയിട്ടുള്ള പെന്യുലൂഹൻ. അത് സുലു ഓർ ഓബർ എന്ന് പറയുന്നതാണ്. ഇതും ഒരു എക്സ്റ്റൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വലന്റ് ടു എക്സ്റ്റൻഷൻ ആണ്. സോ ഇതൊക്കെയാണ് ചെറിയ ബേസിക് ടേംസ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കാനായിട്ട് പറയുന്നതാണ്. ഇതെല്ലാം തന്നെ ഈ വേർഡ്സുകളെല്ലാം തന്നെ ഈ ഫ്രഞ്ച് വേർഡ്, ഡച്ച് വേർഡ്, ഈ വേർഡ്സ് എല്ലാം തന്നെ മീനിങ്ങിൽ എക്സ്റ്റൻഷനുമായിട്ട് വളരെ ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്.